സുന്ദരമായൊരു പഞ്ചായത്ത്, സുന്ദരമായൊരു പഞ്ചായത്ത്, അതി സുന്ദരിമാരുടെ പഞ്ചായത്ത്. സുന്ദരിമുക്ക്, 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 സുന്ദരിമുക്ക്. പലതരം വിഷമേഴും മഹയന്മാരുള്ളിടും പടവരും പറ കൊട്ടും ചാത്തനാപുരത്തെ. സുന്ദരിമുക്ക്, 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 സുന്ദരിമുക്ക്. നീയോ ഞാനോ ഞാനോ നീയോ ആരാണിവിടെ കെങ്കേമി അല്ലേ ആരാണിവിടെ കെങ്കേമി. സുന്ദരിമുക്ക്, 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 സുന്ദരിമുക്ക്. ഇപ്പോഴും കുഞ്ഞിക്കാതറാണെന്ന് തെളിയിക്കാൻ ഒരു രേഖ പോലും ഇയാളുടെ ഇല്ലല്ലോ. കൊണ്ടോടോ? രേഖയൊക്കെ വേണമെങ്കിൽ പിന്നാലും നമുക്ക് സംഘടിപ്പിക്കാം. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എങ്ങനെ കുഞ്ഞിക്കാതറിനെ അകത്ത് കയറ്റാം? ഹോ, ഇതൊരു വല്ലാത്ത കീറാമുട്ടിയായല്ലോ. ഹോ, ഓരോരോ തലവേദനകളെ. എന്റെ കുഞ്ഞിക്കാതറെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്റെ കസേരയും കൊണ്ടുപോകാൻ വേണ്ടിയാണോ? അതെന്തായാലും പോകുമല്ലോ. ഞാൻ കയറി ഇരിക്കല്ലോ. ഇരിക്കൂ ഇരിക്കൂ. ഇങ്ങനെ ഇരുന്ന ഒരു തീരുമാനവും വരില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ തെളിയുന്നുള്ളൂ. എന്താ? പറ പറ. സതിമോമ്പർ പറഞ്ഞാൽ നടക്കും. എന്തുവാ? എന്തായാലും പറ, നോക്കട്ടെ. ഖദീജയും ഐഷയും ഒരു സംഭവത്തിൽ വീഴും. വീഴുവോ? അതൊക്കെ വീണാൽ കയ്യും ഓടിയില്ലേ? ആ വീഴ്ച അല്ല കുമാരൻകുട്ടി മെമ്പറെ. അവരുടെ മനസ്സ് മാറ്റാൻ ഒരു സംഗതിക്കേ കഴിയൂ. അതെന്ത് സംഗതി? പണം. പണം ഇല്ലാത്തതാണല്ലോ കുഞ്ഞിഖാദറിൽ അവര് കാണുന്ന ദോഷം. കുഞ്ഞിഖാദറിന്റെ കയ്യില് പൂത്ത പണം ഉണ്ടെങ്കിലോ? അതിനിപ്പോ കയ്യിൽ പണമില്ലല്ലോ. എടോ മണ്ടച്ചാരെ, പണം ഉള്ളതായിട്ട് പറഞ്ഞാ പോരെ, അല്ലയോ? അതെ, പ്രസിഡന്റ് പറഞ്ഞതാ ശരി. കുഞ്ഞിഖാദർ ഒരു കോടീശ്വരനാണെന്ന് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുണ്ടാക്കണം. അതെങ്ങനെ? എടോ, ബാങ്കിലെ പാസ്ബുക്കോ അങ്ങനെ വല്ല രേഖ ഉണ്ടായി കാണിച്ചാ പോരെ. ഉണ്ടമ്പുരി കണ്ട ഹൈഡ്രജൻ ബോംബാന്ന് പറയുന്നവളുമാരാ. അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സതി മെമ്പർ വിചാരിച്ചാൽ മതി. അങ്ങനെ സംഭവിച്ച കുഞ്ഞിഖാദറിനെ അവര് സ്വീകരിക്കും. കുഞ്ഞിക്കാതറെ, താൻ എന്തു പറയും? ഇനി നമ്മള് ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. പറഞ്ഞോളൂ. ഇതുവരെ നമ്മൾ രഹസ്യമാക്കി വെച്ച വലിയൊരു സംഭവം. അല്ല, എന്താ സംഭവം? താനൊന്ന് പറയോടോ കുഞ്ഞിക്കാതറെ. റാസൽ കൈമേൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മളെ MB അശൂറിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മറിഞ്ഞു വീണ് കാലൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി. ഒരു ബാൻഡേഡ് വാങ്ങിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കടയിലേക്ക് നമ്മൾ കയറിയത്. അവിടെ വെച്ചാണ് നമ്മൾ അബദ്ധത്തിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തത്. നൈജീരിയൻ ലോട്ടറി ആയിരിക്കും. നമ്മുടെ നാട്ടിലെ വലിയ ബുദ്ധിമാന്മാർക്ക് സ്ഥിരമായി പണികെട്ടിക്കൊണ്ടിരിക്കുന്ന ലോട്ടറി അത്. അതറിയില്ലല്ലോ. വലിയ പുള്ളികളാന്നാ നമ്മുടെ ഭാവം. പക്ഷെ പണി പാലും വെള്ളത്തില് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. വഞ്ചിക്കപ്പെടാനേ ക്യൂ നിൽക്കുന്നവരാ മലയാളികള്. അത് ശരിയാ. കുഞ്ഞിഖാദറെ ബാക്കി പറ. ഇത് ഇവര് പറയുന്ന സൈസ് ആ സൈസ് ലോട്ടറി ഒന്നുമല്ല, ദുബായ് ഗവൺമെന്റിന്റെ ലോട്ടറിയാണ്. ഞാൻ ഒരെണ്ണം അങ്ങോട്ട് എടുത്തു. ഇത് അങ്ങോട്ട് മറന്നും പോയി. പിന്നെ ഇങ്ങോട്ട് കേറി വരാൻ പോണതിന്റെ തലേ ദിവസം അറിയണത് ആ ലോട്ടറി അടിച്ചിരിക്കുന്ന ഞമ്മക്കാണെന്ന്. നമ്മള് നേരെ കൊണ്ട് ഒപ്പിട്ട് ബാങ്കിൽ കൊടുത്ത് നമ്മളിങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പൊ ആ പണം ബാങ്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മക്കൊരു അറിയിപ്പ് വന്നിട്ട്. വല്ല 10-15 ആയിരിക്കും. അല്ലല്ല, പിന്നെ എത്ര? ഇന്ത്യൻ മണി വെച്ച് കൂട്ടുമ്പോ ഒരു 57 കോടി. എത്ര? 57 കോടി. 57 കോടിയോ? 57 കോടിയോ? ഉറപ്പാണോ? ഉറപ്പ്. തെരുവ് പട്ടി ശല്യം. പട്ടിയെ തൊട്ടാൽ നാട് കത്തിക്കുമെന്ന് മൃഗമന്ത്രി. പട്ടി കടിച്ചു പറിക്കുന്നവനെ കൂടി നാട് കടത്തണം.
പിന്നെ അവൻ ഈ നാട്ടിൽ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നേ. ഒരു കാര്യമില്ല. കൊച്ചു കുട്ടികളെ പോലും ഇപ്പൊ തെരുവ് പട്ടികള് വീട്ടിൽ കയറി കടിക്കല്ലേ. ഓ, ഇവിടെയൊന്നും ഒരു തെരുവുനായി പോലും കടിക്കുന്നില്ലല്ലോ എന്റെ പടച്ചോനെ. അതെ, അടുത്ത് നീ ഉള്ളത് കൊണ്ടാ എന്നെ വേറെ പട്ടിയൊന്നും കടിക്കാത്തത്. കടിയല്ലോ, കൊരയല്ലേ, വെറും കൊരയാ. ചുമ്മാ വെറുതെ നമ്മളെ കളിപ്പിക്കാൻ. വേണമെങ്കിൽ കുടിച്ചിട്ട് പോയിക്കോ. ആഹാ, രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഇത് എപ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാ പോരെ. അതെ, തെരുവുനായ കടിച്ച കുഞ്ഞിക്കാതറിനെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് പേവിഷത്തിനുള്ള മരുന്നില്ല. പിന്നെ എന്തോ ചെയ്തു? ദേ മെമ്പറെ, ഇവിടെ നിന്നിങ്ങനെ കുഞ്ഞിക്കാതർ കുഞ്ഞിക്കാതർ എന്ന് പറയണ്ട. ഏതോ ഒരു ഭ്രാന്തൻ, അത് മതി. എന്റെ ഖദീജെ, കുഞ്ഞിക്കാതറിന് വേണ്ടി മരുന്ന് വാങ്ങിച്ചു തരാനേ എന്തൊരു തള്ളായിരുന്നു. ആരൊക്കെയോ വലിയ വലിയ കക്ഷികൾ വന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 3000 രൂപയുടെ മരുന്നാ കുത്തിവെച്ചത്. എവിടുന്നാ കാശ്? എവിടുന്നാ? ഒക്കെ കൊടുക്കാൻ ആളുണ്ടെന്നേ. നമ്മള് കരുതും പോലെ ഈ കുഞ്ഞിക്കാതറെ പിച്ചക്കാരനല്ല, ദുബായ് ഗവൺമെന്റിന്റെ ലോട്ടറി അടിച്ച ആളാ. ദുബായ് ഗവൺമെന്റിന്റെ ലോട്ടറിയാ? ആ കാശേ അവിടെ ചെലവാക്കാത്തതിനാ ജയിലിൽ അടച്ചത്. എന്താ എന്റെ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്താ കരുതിയത് അയാള് ഭ്രാന്തനാണെന്നോ? അയാളുടെ കയ്യിലേ കോടികളാ ഉള്ളത്, കോടികള്. ഓ, ചുമ്മാ സതി മെമ്പർ പൊളി പറയാ. ഞാനെന്തിനു പൊളി പറയണം? 1ഉം 2ഉം അല്ല, 57 കോടിയാ അക്കൗണ്ടിൽ വരാൻ പോകുന്നത്. 57 കോടിയോ? എത്ര? 57 കോടി. പ്രസിഡന്റും നമ്മുടെ പ്രതിപക്ഷ നേതാവും കൂടെ ഓടി നടക്കുക എങ്ങനെയെങ്കിലും ആ പണം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതിന് അയാൾ എന്തിനാ നടക്കുന്നത്? കെട്ടിയോളായ ഞാൻ ഇവിടെ ഉള്ളപ്പം. എന്താ എന്താ കെട്ടിയോളോ? ഒരു നിമിഷം മുമ്പ് വരെ സ്വന്തം കെട്ടിയനെ ഭ്രാന്തനെന്ന് വിളിച്ചോളാ. എന്റെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്റെ എന്നോട് പൊറുക്കണേ. എവിടെ എവിടെ എന്റെ എന്റെ എന്നോട് പൊറുക്കണേ. എവിടെ എവിടെ എന്റെ അതിനയാള് കുഞ്ഞിക്കാതറാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞത് അയാൾ ഏതോ ഭ്രാന്തനാണെന്ന്. അത് പിന്നെ ഞങ്ങള് ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെയൊക്കെ സംസാരിക്കാലോ. എന്തോന്നാ ഭാര്യയും ഭർത്താവോ? നാണം ഉണ്ടോടി നിനക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയാൻ? ഓ, നിനക്കുണ്ടല്ലോ ഒരുപാട് നാണം. ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കുഞ്ഞിക്കാതർ നിങ്ങൾ രണ്ടാളെയും വെറുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, കുഞ്ഞിക്കാതർ ഇപ്പോ പഞ്ചായത്തിന്റെ പൊതു സ്വത്തല്ലേ. അതിന് നിങ്ങൾക്ക് എന്താ അവകാശം? ആഹാ, അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയാ? മതി. വീട്ടുവാതിക്ക വന്ന് നിന്നിട്ട് ഒരു തുള്ളി വെള്ളം കൊടുത്തോ രണ്ടാളും? എന്തിന്? ഒന്ന് ഇരിക്കാൻ പോലും നിങ്ങൾ സമ്മതിച്ചോ? തെരുവ് നായ്ക്കള് കടിച്ചു പറിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അതുപോലും ചെയ്യാത്ത നിങ്ങൾക്ക് എന്താ അവകാശം? അപ്പൊ നിങ്ങൾക്കാണല്ലേ അവകാശം. ആ, അതെപ്പ സംഭവിച്ച്? അതൊക്കെ അങ്ങനെ പറ്റിപ്പോയതാ മെമ്പറെ. ഇനി എന്തായാലും എന്റെ പഞ്ചായത്ത് ഓഫീസിൽ കിടക്കില്ല. ഇനി ഇക്ക കയ്യാൻ പോണത് എന്റെ പോരല്ല. നമുക്ക് കാണാം. ആ, നമുക്ക് കാണാം. ശുക്ര മോനെ, ഉമ്മാക്ക് പണി കിട്ടിയല്ലോടാ. നിക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടണല്ലുമ്മാ. എന്നാ പിന്നെ നീ നിക്ക്. എത്ര കോടികളാ വാപ്പാന്റെ കയ്യില്. അതോർത്തന്റെ കണ്ണ് തള്ളുക. ഇതിപ്പോ പിടിച്ചാലും വലുത് പൊത്തിലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഉമ്മ അങ്ങനെ പെരുമാറുണ്ടായിരുന്നു. നീ ആളാവല്ലേട്ടാ. നിനക്ക് നാളെ പോയി കൂട്ടാമായിരുന്നില്ലേ? ഉമ്മയല്ലേ എന്റെ റോൾ മോഡല്. ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പൊ എങ്ങനെ ഈ കുയിന്ന് കര കയറും എന്റെ റബ്ബേ? ഏത് കുഴിയോ ഉമ്മ? മിണ്ടരുത് നീ മണ്ടൻ. അന്റെ ബാപ്പ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണോന്ന്. ഞാൻ പോവുമ്മ. കാല് പിടിച്ചിട്ടായാലും ഞാൻ കൊണ്ടുവരും. ഈ ശുക്കൂറ പറയുന്നേ, എന്റെ ഉമ്മാന്റെ മുമ്പില് എന്റെ വാപ്പനെ കൊണ്ടുവരും. കൊണ്ടുവരണം. കാല് പിടിച്ച് കൊണ്ടുവരും. കൊണ്ടുവരണം. ഉമ്മ നിങ്ങൾ എന്നെ വിശ്വസിക്ക്. കാല് പിടിച്ചോ, പക്ഷെ കാല് പിടിച്ച് വലിച്ചു താഴ്ത്തിടരുത്. നീ അതിനും മടിക്കാത്തവനാ. ഉമ്മ കബുവിന്റെ ബുദ്ധി അറിയാഞ്ഞിട്ടാ. ഓ, പാപ്പാനെ മയക്ക് വെടി വെച്ചിട്ടാണേലും ഞാൻ കൊണ്ടുവരും. അങ്ങനെ ഒരു വെടിയുണ്ടോ? മയക്ക് വെടിയാ? ഉമ്മ, പാപ്പ ഉറങ്ങിക്കിടക്കുമ്പം ഞാൻ ചെന്ന് മയക്ക് പൊടിയിട്ട് ബോധം കെടുത്തിയിട്ട് എടുത്തോണ്ട് വരും. ഉഗ്രൻ പരിപാടി. എന്നിട്ട് വേണം
അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് നീ ജയിലിൽ കിടന്ന് അഴിയെണ്ണ. അതെ, എണ്ണാനൊക്കെ അറിയോ? ഓ എന്റെ പൊന്നു മോനെ അബു, നീ ഒരു ആൺകുട്ടിയാ. നിന്റെ വാപ്പേ നീ ബലമായിട്ട് പിടിച്ചോണ്ട് വരണം. അതിനവര് സമ്മതിക്കണ്ടേ? അതാ നിന്റെ സാമർത്ഥ്യം. പോയിട്ട് വാ മോനെ അബു. വാപ്പയും കൊണ്ടേ നീ വരാവൂ കേട്ടാ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പോയിട്ട് വരട്ടെ. ഉമ്മാന്റെ മോൻ ഷുക്കൂർ ജയിച്ചിട്ടേ വരും. സത്യം തിരിച്ചു വരുമ്പോ എന്റെ ബൈക്കിന്റെ പിന്നിൽ ഒരാൾ കൂടി ഉണ്ടാവും. എന്റെ വാപ്പ കുഞ്ഞിക്കാതർ. വഴിയിൽ ആരെങ്കിലും ചോദിച്ചാ എങ്ങട്ടാ പോണെന്ന് പറയരുത്. അസൂയക്കാരാ, ആരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോട്ടാ. ദേ വാപ്പയുമായി കൂട്ടൂടെ ആരെയും സമ്മതിക്കരുത്. ആ പ്രസിഡന്റും മെമ്പർമാരൊക്കെ വലയും കൊണ്ട് ഇറങ്ങിയിരിക്കാണ്. പിന്നെ എന്റെ ബാപ്പയല്ലേ, എനിക്ക് നന്നായിട്ടറിയാം. ആരുടെ കെണിയിലൊന്നും വീഴത്തില്ല. എന്നാലും നീ ഒന്ന് ശ്രദ്ധിച്ചോളോട്ടാ. ഉമ്മ, നിങ്ങൾ ചെമ്പരുന്നിനെ റാഞ്ചാൻ പഠിപ്പിക്കില്ലേ? ഒന്നും രണ്ടും അല്ല, കോടികളാ വാപ്പാന്റെ കയ്യിലുള്ളത്. ആ കൈ നമുക്ക് വേണോ ഉമ്മ? ഈ ബാപ്പാന്റെ കൈപെട്ടാൻ പോവാണ്. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഒരു ചെക്കൊപ്പിടാൻ വാപ്പാന്റെ കൈ വേണ്ടെന്ന്? മുടുക്കൻ. ദേ ഭരണ പഴിക്ക് ബാപ്പാനെ നല്ലൊരു കടയെ കയറ്റി ഇറച്ചിയും പത്തിരിയും വാങ്ങിക്കൊടുക്കണോട്ടാ. ആ പിന്നെ ഇറച്ചി മട്ടൻ കുറുമ്പ തന്നെ വേണം. എന്റെ ബാപ്പാക്ക് അതാണ് ഇഷ്ടം. അപ്പൊ എനിക്കൊരു കോഴി ബിരിയാണി. എന്തിനാണ് കോഴി ബിരിയാണി? എനിക്ക് കോഴി ബിരിയാണി തന്നെ വേണം. എനിക്ക് കോഴി ബിരിയാണി തന്നെ വേണം. വാങ്ങിച്ചോ. അല്ല, നിനക്ക് കായാവില്ലേ? ഇവിടെ തന്നെ കായു. പിന്നൊരു കാര്യം, അപ്പുറത്ത് ഒരുമ്പിട്ടോളൂ ഉമ്മാനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് വാപ്പാനോട് പ്രത്യേകം പറയണം. അവരെ ഇവിടുന്ന് ഇറക്കി വിടുന്ന കാര്യം വാപ്പാനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ടേടാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ എണ്ണി പറക്കി കായ് തന്നാ പോരാ ഉമ്മ. എടാ ഇത് പറയാൻ എന്തിനാടാ കാശ്? എനിക്കൊരു എനർജി വേണ്ടെന്ന്. കായ് കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു എനർജി വരുള്ളൂ. പൊര കത്തുമ്പോ ബീഡി കത്തിക്കല്ലേ മോനെ ശുക്കൂറേ. ഞാനിതൊരു ബീഡി കത്തിച്ചിട്ടില്ല. അല്ല, അപ്പൊ നീ സിഗരറ്റാണോ വലിക്കണത്? ഇതെന്ത് കോമഡിയാണ്? നിങ്ങളൊന്ന് നിർത്ത്. പൊര കത്തുകയെ കത്തായിരിക്കും എന്ത് വേണേലും ആവട്ടെ. നമ്മള് പുതിയൊരു പൊര കെട്ടാൻ പോവല്ലേ? വാപ്പ ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ടൊരു ബംഗ്ലാവ് തന്നെ പണിയണം. അപ്പൊ പോയിട്ടോ അനുഗ്രഹിച്ച്. ഇതെന്താണിത്? കഥകളിയാണ്. രണ്ടിനും വട്ടായ ഉമ്മായും മോനും കൂടെ ഒരു കഥകളി. അല്ല, ബട്ട ഓക്ക മാത്രല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പൊ രണ്ടിനും വട്ടായ. പാരമ്പര്യായിരിക്കും. അല്ലാ അപകട വിധി. സംഗതി ഏറ്റിട്ടുണ്ട്. എന്തായാലും ആരേലും ഇവിടെ എത്താതിരിക്കില്ല. ഒന്നും രണ്ടും അല്ല, കോടികൾ കോടികളാ. പിന്നെ ആരെങ്കിലും എത്താതിരിക്കുമോ? എടോ, താനിത് ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കാതെ. രൂപ 57 കോടിയാ. പുറത്ത് ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ വലിയ വിഷയമാകും. കോടികളുടെ മുതലല്ലേ ഇരിക്കുന്നത്. പ്രസിഡന്റ് ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ നമ്മുടെ പഞ്ചായത്തല്ലേ, പെട്ടെന്നാ കാര്യങ്ങൾ പരക്കുന്നത്. നമുക്ക് കുഞ്ഞിഖാദറിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനെന്താ, ഞാൻ മുഴുവൻ സമയം ഇവിടെ ഇരിക്കാം ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്. ഈ കസേരങ്ങ തന്നാ മതി. അതിനിച്ചിരി പുളിക്കും. എടോ, കസേര മാത്രം കിട്ടിയാൽ പോരാ, അതിലിരിക്കാനുള്ള ഒരു യോഗ്യത കൂടി വേണം.
അങ്ങനെ ഇപ്പൊ താൻ ഇവിടെ കയറിയിരിക്കേണ്ട. തന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് പണ്ടേ അറിയാം. അല്ല, പ്രസിഡന്റ് പിന്നെ നല്ല ഉദ്ദേശങ്ങളാണല്ലോ. ഇതിന്റെ പേര് ഇനി നിങ്ങൾ കലഹിക്കണ്ട. കുഞ്ഞിക്കാതർ കാര്യങ്ങൾ പറയട്ടെ. നമ്മളിങ്ങോട്ട് വന്നതിന് മുമ്പ് ബാങ്കിൽ കയറി കാര്യങ്ങളൊന്നും തിരക്കി. പണം ഇവിടുത്തെ ബാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി അപേക്ഷയും കൊടുത്തു. പക്ഷെ പ്രസിഡന്റ് നമ്മളിതൊക്കെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത് എന്നറിയാമോ? ശരിക്കും നമ്മൾ കെട്ടിയോൾമാർക്കും മക്കൾക്കും നമ്മളോട് സ്നേഹം ഉണ്ടോന്ന് അറിയണമല്ലോ. ഇപ്പൊ ഒരു കാര്യം നമ്മക്ക് ഉറപ്പായി, അവർക്ക് നമ്മളെ വേണ്ട, നമ്മളെ പണം മാത്രം മതി. ഈ കണ്ടീഷനിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല പ്രസിഡന്റ്. അയ്യോ, അങ്ങനെ പോകരുത്. നിങ്ങൾ പോയാ പിന്നെ നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയും. എന്ത് പദ്ധതി? ആഹാ, അപ്പോൾ പദ്ധതികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു അല്ലേ? അത് പൊളിഞ്ഞില്ലെങ്കിൽ ഞാനത് പൊളിക്കും. ഇതാ നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഇവിടെയെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. പ്രസിഡന്റിന്റെ പദ്ധതി പൊളിഞ്ഞ മെമ്പറുടെ പദ്ധതിയും പൊളിയും. ഈ നാടിന്റെ വികസന പദ്ധതികൾ ഒക്കെയും പൊളിയും. കുഞ്ഞിക്കാതർ എങ്ങും പോന്നില്ല, ഇവിടെ നിൽക്കാൻ പോണു നമ്മോടൊപ്പം. എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ നിൽക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇനി എന്തോന്ന് പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും കുഞ്ഞിക്കാതറെ താൻ പറ. അതെ, ഇത്രയും വലിയ തുക എന്റെ അക്കൗണ്ടിലേക്ക് വന്നെങ്കിലേ 1,00,000 രൂപയെങ്കിലും ഇവിടെ എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവണം. 1,00,000 രൂപയോ അക്കൗണ്ട് ബാലൻസ് വേണമെന്നോ? ആ, നമ്മളെ ഇല്ല കാശ്. കുലശേഖരമംഗലത്ത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉസ്മാനുണ്ട്, അവന്റെ നിന്ന് വാങ്ങണം. ഞാൻ അങ്ങോട്ട് പോവാ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇക്കാര്യം വേറെ ആരും അറിയണ്ട. തൽക്കാലം തനിക്ക് 1,00,000 വേണ്ടത്. അത് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം. അങ്ങനെ താൻ മാത്രം ഉണ്ടാകണ്ട. ഓ, ഞങ്ങളും തരും. കൂടെ ഞാനും തരും. അത് സത്യ, ഞാനും തരും. എല്ലാവരും കൂടി കൊടുത്താ മതിയല്ലോ. അതിപ്പം എല്ലാവരെയും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചോളാം. ആയിക്കോട്ടെ. എത്ര നല്ല മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും ഞമ്മക്ക് ഒട്ടും മതിയാവൂല. ഇങ്ങോട്ടായിരുന്നോ ഈ അലുവലാതി? ഇങ്ങോട്ടായിരുന്നു. അങ്ങനെ ഒടുവില് 2 ആളും എത്തി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ബുദ്ധി നിങ്ങളുടേതാണെങ്കിലും പറഞ്ഞു തന്നത് ഞാനല്ലേ? എന്നാ പിന്നെ തനിക്കത് മുന്നേ അങ്ങോട്ട് ഉണ്ടാക്കാമായിരുന്നില്ലേ? അതെങ്ങനെ തലയിരിക്കുമ്പോ വാലാടുവോ? അപ്പൊ തലയാണ്. അതാ ഞങ്ങളുടെ പോളിസി. എന്തായാലും പിള്ളേർ 2 എത്തി. വാപ്പാ, വാപ്പാ. ആഹാ, എന്തോരു സ്നേഹം. ഇതാണ് ബാപ്പായും മക്കളും തമ്മിലുള്ള സ്നേഹം. വാപ്പാ, വാപ്പ ഇല്ലായിരുന്ന ദിവസം ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞെന്ന് വാപ്പയ്ക്കറിയോ? ഒരു വാപ്പ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും വാപ്പാ. മാതൃകാപുത്രൻ. പക്ഷേ ഈ സ്നേഹമൊന്നും നേരത്തെ കണ്ടില്ലായിരുന്നല്ലോ. അതൊക്കെ ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചാണ്. അതൊക്കെ മാറിയില്ലേ? എന്റെ വാപ്പേനെ ഈ പുന്നാരമോൻ ഷുക്കൂർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ്. തിരിഞ്ഞ് കുത്തുവാളെടുത്ത് ഞാൻ വന്നപ്പോ എവിടായിരുന്നു നിന്റെ സ്നേഹം? പകലില്ലാതെ നിന്റെ ഒക്കെ വീടിന്റെ മുമ്പിൽ ഞാൻ അലഞ്ഞപ്പോ എവിടെയായിരുന്നടാ നീ? എന്നെ പട്ടി കടിച്ച് പറിച്ച് ജില്ലാ ആശുപത്രിയുടെ പൊട്ടിപ്പൊളിഞ്ഞ് സിമന്റ് തറയിൽ കിടന്നപ്പോ എവിടെയായിരുന്നടാ നീയും നിന്റെ വീട്ടുകാരും? ഇറങ്ങടാ, ഇറങ്ങടാ വെളിയിൽ. വാപ്പ എന്നോട് ക്ഷമിക്കൂ വാപ്പ. വാപ്പ പറഞ്ഞാണ് ശരി. ഇറങ്ങടാ വെളിയില്. വാപ്പച്ചി പറഞ്ഞല്ലേ, ഇറങ്ങടാ. ഞാൻ എന്റെ വാപ്പയെ കൂട്ടിക്കൊണ്ടു. നിന്നോടുകൂടിയാ പറഞ്ഞത്, ഇറങ്ങി പോടാ. രണ്ടെണ്ണം ഇറങ്ങടാ. ഇറങ്ങ. നിങ്ങൾ ഇങ്ങനെ പറയാതെ കുഞ്ഞിക്കാതറെ.
ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ. എല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുമ്പോഴാ കുഞ്ഞിക്കാതർ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അതെ അതെ, ഓരോരുത്തർ തലപൊകുഞ്ഞ് ഓരോരോ മാർഗങ്ങൾ കണ്ടെത്തി വരുമ്പോ ഓരോരോ നമ്പറുകൾ. എടോ കുഞ്ഞിക്കാതരെ, അവര് തന്നെ വന്ന് വിളിച്ചതല്ലേ, എന്തായാലും തന്റെ മക്കളല്ലേ, താൻ അവരോടൊപ്പം പോ. ഇപ്പൊ കടിച്ചത് പട്ടിയാ, ഇനി നാളെ കടിക്കാൻ വരുന്നത് പുലിയാ. പിന്നെ ഞങ്ങൾക്ക് സമരത്തിന് ഇറങ്ങേണ്ടി വരും. പുലിക്കെതിരായിട്ടായിരിക്കും. ആ, അപ്പൊ താൻ രാജിവെക്കേണ്ടിയും വരും. ആരുടെ കൂടെയാണെന്ന് വെച്ചാ കുഞ്ഞിക്കാതറിന് ഇഷ്ടമുള്ള ആളുടെ ഒപ്പം പോവാം. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞിക്കാതറിനുണ്ട്. പാപ്പ, നിങ്ങൾ എന്റെ കൂടെ വരും പാപ്പ. ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അരിപ്പത്തി ഉണ്ടാക്കി കാത്തിരിക്കാണ്. വാപ്പ വന്നിട്ടേ ഉറങ്ങൂന്നും പറഞ്ഞ് ഉമ്മ കാത്തിരിക്കാണ്. എന്റെ ഉമ്മച്ചി ഒരു രോഗിയാക്കരുത് വാപ്പ. വാപ്പാ, നിങ്ങൾ എന്റെ കൂടെ വരി. വാപ്പ വന്നിട്ട് ഞാൻ ഉറങ്ങൂ. എനിക്ക് വാപ്പയുടെ നെഞ്ചത്ത് തല വെച്ച് വേണം കടന്നുറങ്ങാൻ. വാപ്പ എന്നെ ഒരു രോഗിയാക്കരുത്.